സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാരിന് വടി കൊടുത്ത് അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിൻ്റെ നടപടികളാണ്. പ്രത്യേകിച്ച് 2016-17 മുതൽ 2020-21 വരെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭയുടെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, മിസ്മാനേജ്മെൻറ്റാണ് ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 2020 മുതൽ ഞങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ മുഴുവൻ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. കിഫ്ബി നിയമം അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നപ്പോൾ ഇത് ബജറ്റിന് പുറത്ത് കടം വാങ്ങിക്കാൻ പാടില്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ചെയ്യുന്നത് ഭാവിയിൽ അപകടം വരുത്തിവെക്കും എന്നും പ്രതിപക്ഷം കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. മാത്രമല്ല, നവകേരള സദസ്സിലുടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണം, കടമെടുക്കാനുള്ള പരിധിയിൽ സംസ്ഥാനത്തിനാണ് അവകാശം കൊടുക്കേണ്ടത് എന്നുള്ള വാദമുഖമാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത്. 4 ലക്ഷം കോടി രൂപയിലേക്ക് പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന കടമെടുപ്പ് തന്നെ അപകടകരമായ രീതിയിലുള്ള കടമെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്താവും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒന്നാം ഇടതുമുന്നണി മന്ത്രിസഭ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെൻ്റാണ് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിൻ്റെ വാദമാണ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുമെന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത്. കേരളത്തിൻ്റെ ഷേപ്പ് മാറ്റിയ ആളാണ് അദ്ദേഹം. കേരളത്തിൻ്റെ ഷേപ്പ് മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. അതിനുശേഷം ഈ അപകടത്തിൽ നിന്ന് തിരിച്ച് കരകയറാനുള്ള ഒരു ശ്രമവും ഈ രണ്ടാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭ നടപ്പാക്കിയില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഈ ധനകാര്യ മാനേജ്മെൻറ്റ് കൃത്യമായി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ നികുതി പിരിവിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അഴിമതി തടയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൊടിയ അഴിമതിയും ദുർച്ചെലവും നികുതി പിരിക്കാത്തതുമാണ് ഈ ധനപ്രതിസന്ധിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.